ഹായ് എവരിവൺ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 35-ന് ശേഷം നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് 35 കഴിഞ്ഞതോട് കൂടിയിട്ട് അതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിൽ നിറച്ച് റിങ്കിൾസ് ആയിരുന്നു. റിങ്കിൾസ് വന്നു, ഡാർക്ക് സ്പോട്സ്, അങ്ങനെ ആകെ കുറേ ഏജ് ആയ പോലെയായി കാണുമ്പോൾ തന്നെ. അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു കേട്ടോ, മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിച്ചാൽ മതി. മോയ്സ്ചറൈസിങ് ക്രീം പുറമേ ഉപയോഗിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഇതിന് വേണ്ടി ഒരു പാക്ക് ഉപയോഗിച്ചു കേട്ടോ. അപ്പൊ തന്നെ ഒരു 2 ആഴ്ച ഉപയോഗിച്ചപ്പോഴത്തേക്കും തന്നെ എന്റെ സ്കിന്നിൽ നല്ല മാറ്റം വന്നു. ഞാനത് പറഞ്ഞു തരാം കേട്ടോ. ഈ വീഡിയോയുടെ അവസാനം ഞാനത് കാണിച്ചു തരാം, ഞാൻ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്. അപ്പൊ നമ്മുടെ സ്കിന്നിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആഴ്ചയിൽ ഒരു 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസം, അതിലും കൂടുതൽ വേണ്ട കേട്ടോ, ഒന്ന് ആവി പിടിക്കുക. നമ്മുടെ സ്കിന്നിൽ ഒന്ന് കുറച്ച് ആവി കൊടുക്കുക. അത് അധികം നേരം ഒന്നും കൊടുക്കണ്ട, ഒരു 5 മിനിറ്റ് ഒക്കെ കൊടുത്താൽ മതി കേട്ടോ. അധികം നേരം കൊടുത്താൽ അത് ഏറെ ദോഷമാണ് ചെയ്യുക. അപ്പോൾ സാധാരണ നമ്മൾ പനി വരുമ്പോഴൊക്കെ ആവി പിടിക്കില്ലേ, അതുപോലെ തന്നെ അതിലൊന്നും ഇതൊന്നും വേണ്ട കേട്ടോ. വെറും വെള്ളത്തിൽ ഒന്ന് ആവി കൊള്ളുക, അല്ലെങ്കിൽ ചൂടുള്ള ടവൽ വെച്ച് മുഖത്തൊന്നും ഇങ്ങനെ ഒപ്പിക്കൊടുത്തിട്ട് ഒന്ന് ആവി കൊള്ളിച്ചാലും മതി. ആവി കൊള്ളിക്കുമ്പോൾ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ പോർസ് ഒക്കെ നല്ലോണം ഓപ്പൺ ആവാനും ഡാർക്ക് സ്പോട്ടൊക്കെ പോകാനൊക്കെ ആവി കൊള്ളണത് നല്ലതായിരിക്കും. അപ്പൊ അതാഴ്ചയിൽ ഒരു 2 വട്ടം, കൂടുതലാണെങ്കിൽ 3 വട്ടം അത്രേ ചെയ്യണ്ടു. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഐസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ചെയ്യണതൊക്കെ തന്നെയാണല്ലോ. പക്ഷെ അത് നമ്മൾ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് കേട്ടോ ചെയ്യുക. ഒരു കോട്ടണിലൊക്കെ പൊതിഞ്ഞിട്ട് വെച്ചാലും മതി. പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഐസ് വെക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. അതുകൊണ്ട് ഞാനത് വല്ലപ്പോഴൊക്കെ ചെയ്യുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ എപ്പോഴും വാങ്ങണ ഫേസ് വാഷ് കൊണ്ടാണല്ലോ മുഖം കഴുകുക. അപ്പൊ വാങ്ങണ ഫേസ് വാഷ് എപ്പോഴും ഉപയോഗിക്കാതെ നമ്മൾ നാച്ചുറൽ രീതിയിൽ ആഴ്ചയിൽ ഒരു 2-ഓ 3-ഓ തവണയോ നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ നമ്മുടെ സാധാരണ പച്ചവെള്ളം ഉപയോഗിക്കാം കേട്ടോ. അതിട്ടിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് അതിന് പകരം എന്താ പറയാ, അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കടലമാവ് എടുക്കാം, ചെറുപയർ പൊടി എടുക്കാം, അതിലേത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ അവിടെ കഴിക്കണേ. അതെടുത്തിട്ട് നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നിൽ തേച്ച് പിടിപ്പിച്ച് നമ്മൾ അധികം തരിയില്ലാത്ത അരിപ്പൊടി വേണം കേട്ടോ എടുക്കാൻ. നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആഴ്ചയിൽ 2 തവണയൊക്കെ ആണെങ്കിൽ മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് ഡെയിലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മസാജ് ചെയ്യണ്ട കേട്ടോ. ആഴ്ചയിൽ 1 തവണ 2 തവണയൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നല്ല എന്താ പറയാ, സ്ക്രബിന്റെ ഗുണം കൂടി കിട്ടും കേട്ടോ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാം. അപ്പൊ തന്നെ നല്ല നാച്ചുറൽ രീതിയിലുള്ള ക്ലൻസർ ആയി കേട്ടോ. നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള മസാജുകൾ ഉപയോഗിക്കാം കേട്ടോ. ഇങ്ങനെ നെറ്റിയിലൊക്കെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം. പിന്നെ കവിളൊക്കെ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മസാജ് കൊടുക്കേ. ഞാൻ അത് കഴുകിയിട്ട് വരാം കേട്ടോ. ഇതിട്ടിട്ട് മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൂക്കുമ്മൊക്കെ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയി കിട്ടും കേട്ടോ. അതൊക്കെ റിമൂവ് ചെയ്യാൻ പിന്നെ പ്രത്യേകം സ്ക്രബിന്റെ ആവശ്യമൊന്നുമില്ല. ഇതുകൊണ്ട് തന്നെ പോയി കിട്ടും. പക്ഷെ ഇത് ആഴ്ചയിൽ 2 വട്ടമാണ് സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ദിവസം മുഖത്തിട്ട് സ്ക്രബ് ചെയ്താൽ അത് സ്കിന്ന് ഡാമേജ് ആയി പോവേ. വെറുതെ നമുക്ക് തേച്ചിട്ട് കഴുകി കളയാം. അതായത് മസാജ് ആഴ്ചയിൽ 2 വട്ടം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ പാക്ക് ഉണ്ടല്ലോ, ആ പാക്ക് ഇനി അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ
ഫേസ് നല്ല ക്ലെൻസ് ചെയ്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ. അപ്പോൾ ഫേസ് വാഷ് ഇട്ട് കഴുകിയാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ അത് എങ്ങനെയാ ഉണ്ടാക്കാന്നും അപ്ലൈ ചെയ്യാന്നും കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാം. കുട്ടി തന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ പോയിട്ട് അതെങ്ങനെയാ ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കഷ്ണം മത്തങ്ങയാണ് കേട്ടോ. ഈ മത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ സ്കിന്നിൽ വരുന്ന റിങ്കിൾസിനെയും ഫൈൻ ലൈൻസിനെയും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നമ്മൾ തൊലി കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മുട്ടയുടെ വൈറ്റും പിന്നെ കുറച്ച് തേനുമാണേ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഞാൻ ഒരു എഗ്ഗിൻ്റെ വൈറ്റും പിന്നെ 1 ടീസ്പൂണ് തേനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി അടിച്ച് പതപ്പിച്ച് എടുക്കുക കേട്ടോ. എഗ് വൈറ്റ് നന്നായി പതഞ്ഞ് വരണേ. ഇത് നന്നായി അടിച്ച് പതപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മത്തങ്ങ ഉണ്ടല്ലോ, അത് നന്നായി ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നന്നായി ഉടച്ച് കൊടുത്താലും മതി. എനിക്കിത് അധികം പഴുക്കാത്ത മത്തങ്ങയാണ് കേട്ടോ കിട്ടിയത്, അതുകൊണ്ട് അധികം കളറില്ല. നല്ല പഴുത്ത മത്തങ്ങയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ അത് ചേരണം കേട്ടോ. മൂന്നും കൂടി നന്നായി മിക്സ് ആവണേ. അപ്പോൾ അങ്ങനെ ഞാനിത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിത് ഒരു പാക്ക് ഇടണ പോലെ അടിയിൽ നിന്ന് മുകളിലേക്കാണ് തേച്ച് കൊടുക്കേണ്ടത്. ഒരിക്കലും മുകളിൽ നിന്ന് താഴത്തേക്ക് തേച്ച് കൊടുക്കരുത്. നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഒരു ബ്രഷ് ഉപയോഗിച്ചാലും മതി കേട്ടോ. ഈ മത്തങ്ങ മിക്സിയിൽ അടിച്ചതാണെങ്കിൽ ഇങ്ങനെ തരി തരി ഉണ്ടാവില്ല കേട്ടോ, നല്ലോണം അരഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് മുഖത്ത് തേക്കുമ്പോൾ ഒരു ഇങ്ങനെ നല്ല വൃത്തിക്ക് തേക്കാൻ പറ്റും. ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കരുതേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിത് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല. ഇത് ഉണങ്ങണ വരെ നമ്മൾ മുഖത്ത് മസിൽസ് ഒന്നും അനക്കാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങണതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ നല്ല ടൈറ്റനാവേ. അപ്പോൾ നമ്മൾ ചിരിക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്താൽ നമ്മുടെ മസിലുകളൊക്കെ ഇളകുമ്പോൾ അവിടെയൊക്കെ ക്രാക്കുകൾ വരും. അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ ചിരിക്കാൻ പാടില്ലാത്ത ഫേസ് പാക്ക് എന്ന് പറയണേ. അങ്ങനെ ഞാനിത് മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമുക്കിത് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. കഴുത്തിലും താഴെ നിന്ന് മുകളിലോട്ട് എന്ന രീതിയിൽ തേച്ച് കൊടുക്കണേ. ഒരു ബ്രഷ് വെച്ച് തേക്കുകയാണെങ്കിൽ നമുക്കിത് എളുപ്പമാവും കേട്ടോ കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാൻ. കൈ കൊണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും നമ്മൾ താഴോട്ട് തേക്കരുതേ, മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള രീതിയിൽ തേക്കരുതേ. അങ്ങനെ ഞാനിത് കഴുത്തിലും മുഖത്തും തേച്ച് കൊടുത്തു കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാം. 20-25 മിനിറ്റ് ഇത് ഉണങ്ങി നന്നായി വലിഞ്ഞ് വരുന്ന വരെ ഉള്ള ടൈം നമുക്ക് കൊടുക്കാവേ. നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ വേണം നമ്മൾ ഈ പാക്ക് ഇടാൻ കേട്ടോ. നമുക്ക് നമ്മുടേതായ കുറച്ച് സമയമെങ്കിലും നമ്മൾ കണ്ടെത്തണം അതിന് വേണ്ടിയിട്ട്. ഈ മത്തങ്ങയിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും നമ്മുടെ സ്കിന്ന് അത്രയും മെച്ചോർഡായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ നമ്മുടെ സ്കിന്നിനെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. എനിക്ക് ഈ പാക്ക് ഡ്രൈ ആയി കിട്ടാൻ ഒരു 25 മിനിറ്റ് എടുത്തു കേട്ടോ. അപ്പം ഞാൻ ഇത് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ എൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന മാറ്റം. ഞാനിപ്പോൾ ഇത് കുറച്ച് 1 മാസത്തോളമായിട്ടാണ് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്യുന്നു. നമുക്കിത് ഡെയിലിയും വേണമെങ്കിൽ ചെയ്യാം. എന്നാലും ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്താൽ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നെറ്റിയിലൊക്കെ നല്ല ചുളികളുണ്ടായിരുന്നതാണ്, അതൊക്കെ മാറി. അപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.